വെള്ളാപ്പള്ളിയുടെ പൊന്നുരുക്കുന്ന രാഷ്ട്രീയവും പൂച്ചകളുടെ വിലാപവും. കേരള രാഷ്ട്രീയത്തിലെ മാന്ത്രിക കണ്ണാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് പിന്നിൽ താനാണെന്ന് പറയുന്നവർ വെറും പിണറായി വിരുദ്ധരാണെന്ന അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. തോൽവിക്ക് പിന്നിൽ താനല്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ അദൃശ്യ കരങ്ങളാണെന്ന പുതിയ തിയറി വെള്ളാപ്പള്ളി അവതരിപ്പിക്കുമ്പോൾ അത് കേട്ട് സ്തംഭിച്ചു നിൽക്കാനേ സാധാരണക്കാർക്ക് കഴിയുന്നുള്ളൂ. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന വിഖ്യാതമായ ചോദ്യത്തിലൂടെ കോൺഗ്രസിനെ അദ്ദേഹം കടന്നാക്രമിക്കുമ്പോൾ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ സ്വർണ്ണപ്പണിക്കാരൻ താൻ തന്നെയാണെന്ന ഒരു ഗർവ് അതിൽ നിഴലിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആര് വേണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലൊരു പുച്ഛവും ഒപ്പം താൻ ഒരു കിങ് മേക്കർ ആണെന്ന ഭാവവും ഒളിഞ്ഞു കിടക്കുന്നു. പൂച്ചകൾക്ക് പ്രവേശനമില്ലാത്ത ആ പൊന്നുരുക്കുന്ന ശാലയിൽ വെള്ളാപ്പള്ളി എന്തൊരുക്കുകയാണെന്ന് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വർഗീയതയുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും പുതിയ കൂട്ടുകിഴിക്കലുകൾ നടത്തുമ്പോൾ പഴയ സഖ്യകക്ഷികളെയും പുതിയ ശത്രുക്കളെയും ഒരുപോലെ വെള്ളാപ്പള്ളി ആശയക്കുഴപ്പത്തിലാക്കുന്നു. പിണറായി വിജയനെ പ്രതിരോധിക്കാൻ അദ്ദേഹം നടത്തുന്ന ഈ നീക്കങ്ങൾ സത്യത്തിൽ പിണറായിയെ സഹായിക്കാനാണോ അതോ സ്വന്തം നില സുരക്ഷിതമാക്കാനാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ലീഗിനെ പഴിചാരിയും കോൺഗ്രസിനെ പരിഹസിച്ചും അദ്ദേഹം നടത്തുന്ന ഈ വാക്ചാരുത കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമായി മാറിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഒരു രാഷ്ട്രീയ വിരുന്നിൽ കൈപ്പുള്ള മധുരം പോലെയാണ്. പൊന്നുരുക്കുന്നിടത്തെ പുകയിൽ പലതും മറയ്ക്കപ്പെടുമ്പോൾ പുറത്തു നിൽക്കുന്ന പൂച്ചകൾക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഇതൊരു സമസ്യയായി തുടരുന്നു. ആര് മുഖ്യമന്ത്രിയായാലും ആര് തോറ്റാലും താൻ പൊന്നുരുക്കൾ തടസ്സമില്ലാതെ തുടരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം നൽകുന്നത്.